നമസ്കാരം, ഞാൻ സുമൻ ലാൽ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന CNC പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് മൾട്ടിപ്പിൾ ടേണിംഗ് സൈക്കിളാണ്. നമ്മൾ സിംഗിൾ ടേണിംഗ് സൈക്കിൾ നമ്മൾ മുമ്പ് കണ്ടിരുന്നു. സിംഗിൾ ആയിട്ടുള്ള പെർട്ടിക്കുലർ ഡെപ്തിലുള്ള ടേണിംഗ് നമ്മൾക്കൊരു സിംഗിൾ ആയിട്ടുള്ള പ്രോഗ്രാമിൽ എങ്ങനെ ചെയ്യാൻ പറ്റുന്ന സിംഗിൾ ടേണിംഗ് സൈക്കിൾ കണ്ടു. ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേളിലുള്ള ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇപ്പോൾ മൾട്ടിപ്പിൾ ഒന്നിൽ കൂടുതൽ ടേണിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ ഡെപ്തിലുള്ള ടേണിങ്ങുകളുണ്ട്, സ്റ്റെപ്പായിട്ടുള്ള ടേണിങ്ങുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സിംഗിൾ ടേണിംഗ് സൈക്കിൾ ഓരോ വട്ടവും നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾക്ക് ഒറ്റ പ്രോഗ്രാമിൽ തന്നെ അല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പിലൂടെ തന്നെ നമ്മൾക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷനിലൂടെ തന്നെ നമുക്ക് എങ്ങനെയെല്ലാം കട്ട് ചെയ്യണമെന്ന് നമുക്ക് സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നതാണ് മൾട്ടിപ്പിൾ ടേണിംഗ് സൈക്കിൾ. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലോട്ട് കിടക്കാം. അപ്പോൾ മൾട്ടിപ്പിൾ ടേണിംഗ് സൈക്കിളിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് ഈ വർക്ക് പീസിൽ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ വർക്ക് പീസ് ആദ്യം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അതിനകത്ത് ഫസ്റ്റ് ഒരു സ്റ്റെപ്പുണ്ട്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, 3 സ്റ്റെപ്പുണ്ട്. ബാക്കി നമ്മൾ ചക്കിൽ ഹോൾഡ് ചെയ്യുന്നതാണ്. 3 സ്റ്റെപ്പുകളുടെയും ഡയ അതിൽ തന്നിട്ടുണ്ട് 20, 30 ആൻഡ് 60 ആൻഡ് ഫൈനലുള്ള 75 mm ഡയ. ഈ 3 സ്റ്റെപ്പുകൾക്കുള്ള ഡിസ്റ്റൻസുകൾ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ലെങ്ത് തന്നിട്ടുണ്ട്. 33.75, 50 ആൻഡ് 66.25. നമ്മളത് ഇൻക്രിമെൻ്റലിലാണ്, അബ്സല്യൂട്ട്ലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ ടേൺ ചെയ്യാമെന്നാണ്. നമ്മുടെ നോർമൽ ലേത്തിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇൻഡിവിജ്വലായിട്ട് ഈ ആദ്യം തന്നിട്ടുള്ള ബ്ലോക്കിൽ ഈ സ്റ്റെപ്പ് ആദ്യം ത്രൂ ഔട്ട് എടുക്കും, എന്നിട്ട് ദെൻ ഈ സ്റ്റെപ്പ് ഫുള്ള് എടുത്ത് കട്ട് ചെയ്യും, എന്നിട്ട് അവസാനമായിരിക്കും നമ്മൾ ഈ സ്റ്റെപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക, അല്ലേ? ഇത്രയും മെറ്റീരിയൽ ആദ്യം കീപ്പ് ചെയ്ത് വെക്കും, എന്നിട്ട് ഇത്രയും മെറ്റീരിയൽ ആക്കും, പിന്നെ അവസാനം ഈ മെറ്റീരിയൽ ആക്കും. ഇതാണ് നമ്മൾ ലേത്തിൽ ചെയ്യുക. സിംഗിൾ ലേത്തിൽ നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും, ആദ്യം ഇത്രയും വർക്ക് പീസിനെ കീപ്പ് ചെയ്തിട്ടുള്ള സിംഗിൾ ടേണിംഗ് പ്രോഗ്രാം നമ്മൾ ചെയ്യും. ദെൻ അത് കട്ട് ചെയ്തതിന് ശേഷം ഇത്രയും വർക്ക് പീസ് കീപ്പ് ചെയ്തിട്ടുള്ള സിംഗിൾ ടേണിംഗ്, ദെൻ ഇത്രയും വർക്ക് പീസ് കീപ്പ് ചെയ്തിട്ടുള്ള സിംഗിൾ ടേണിംഗ് നമ്മൾ ചെയ്യും. അപ്പോൾ മൾട്ടിപ്പിൾ ടേണിങ്ങിൽ നമ്മൾക്ക് എങ്ങനെ നമ്മൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാണുന്ന ഓരോ പോയിന്റിൽ നമ്മൾ നെയിം ചെയ്തിട്ടില്ലേ, ഓരോ എഡ്ജിനും നമ്മൾ ഓരോ പോയിന്റുകൾക്ക് നമ്മൾ ഓരോ നെയിം ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റുകളെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കോണ്ടൂർ പ്രൊഫൈൽ നമുക്ക് വിളിക്കാം. അപ്പോൾ വർക്ക് പീസിൻ്റെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനമായിട്ട് അതിൻ്റെ പ്രൊഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ പുറമേയുള്ള എഡ്ജസ് പ്രൊഫൈൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, മെഷീന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ടേണിംഗ് സൈക്കിളിൻ്റെ കോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ G71 എന്നുള്ളതാണ് മൾട്ടിപ്പിൾ ടേണിംഗ് സൈക്കിളിൻ്റെ കോഡ്. സിൻടാക്സ് നമുക്ക് കാണാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലൈൻ തന്നെയാണ്. G71 U-R- G71 P-Q- U-W-F-. U എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡെപ്ത് ഓഫ് കട്ട്. R എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്രാക്ഷൻ വാല്യൂ. P എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫൈൽ സ്റ്റാർട്ട്, ഇത് പ്രൊഫൈൽ എൻഡ്. എന്താണെന്ന് ഞാൻ പറയാം. U എന്ന് വെച്ച് കഴിഞ്ഞാൽ X ആക്സിസിലുള്ള അലവൻസ്, ഇത് Z ആക്സിസിലുള്ള അലവൻസ്. ഓഫ് കോഴ്സ് F എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ്. ഇതാണ് നമ്മളുടെ സിൻടാക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രോഗ്രാം ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ബേസിക് പാരാമീറ്റേഴ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഏതൊക്കെയാണ് ബേസിക് പാരാമീറ്റേഴ്സ്? നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് G21, G97, G98, G28, U0, W0. എന്ത് ചെയ്യും, ടൂള് നമ്മൾ സെലക്ട് ചെയ്യും, അല്ലേ? T0101, അടുത്ത് M03, S1200. ഇനി നമുക്ക് മെയിൻ പ്രോഗ്രാം എഴുതി തുടങ്ങാം. ആദ്യം നമുക്ക് ടൂളിനെ വർക്ക് പീസിൻ്റെ അടുത്തേക്ക് എത്തിക്കാം. സോ G28 ഇപ്പോൾ ഉള്ളത്. അവിടെ നമ്മൾ ടൂളിനെ നമ്മളവിടെ കൊണ്ടുവരുന്നു. G00X, അവിടെ 75, ഇത്രയും 75 ഉണ്ട്. സോ നമുക്കൊരു G76Z1 അല്ലെങ്കിൽ G75Z1 എന്ന് കൊടുത്താലും കുഴപ്പമില്ല, സേഫ് ഡിസ്റ്റൻസിൽ തന്നെയാണ്. ഇനി നമ്മൾ ടേണിങ്ങിൻ്റെ സിൻടാക്സിലേക്ക് പോവാം. മൾട്ടിപ്പിൾ ടേണിങ്ങിൻ്റെ G71 U വാല്യൂ. U എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്ത് ഓഫ് കട്ടാണ്. ഡെപ്ത് ഓഫ് കട്ട് ഞാൻ ഇവിടെ പെട്ടെന്ന് വർക്ക് തരാൻ വേണ്ടി ഒരു 1 ഡെപ്ത് ഓഫ് കട്ട് 1 എന്ന് കൊടുക്കാം. ഓരോ ഡെപ്ത് ഓഫ് കട്ട് 1 കൊടുക്കുമ്പോൾ റിട്രാക്ഷൻ നമ്മൾ മാക്സിമം കുറച്ച് കൊടുക്കുകയായിരിക്കും നല്ലത്. 1 mm കൊടുത്തു കഴിഞ്ഞാൽ റിട്രാക്ഷൻ ഞാൻ ഒരു 0.1 mm കൊടുക്കുന്നു. 1 mm കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.1 റിട്രാക്ട് ചെയ്തായിരിക്കും ദെൻ കട്ട് ചെയ്യുക. നെക്സ്റ്റ് ലൈൻ G71 P-. ഞാൻ ഇവിടെയെല്ലാം ഇനി ഞാൻ ഓരോ ബ്ലോക്കിന് ഞാൻ ഇവിടെ റെഫർ ചെയ്യുന്നുണ്ട്.
അപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൊഫൈൽ എൻഡിങ് പ്രൊഫൈൽ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പ്രൊഫൈൽ നെക്സ്റ്റ് ലൈൻ മുതൽ. അപ്പോൾ നെക്സ്റ്റ് ലൈനെ ഞാൻ റെഫർ ചെയ്യാൻ വേണ്ടി ഇവിടെ N100 എന്ന് ഞാൻ കൊടുക്കുകയാണ്. സോ P സ്റ്റാർട്ടിംഗ് N100. ക്യൂ വാല്യൂ നമുക്കിത് എപ്പോഴാണ് എൻഡ് ചെയ്യണം നമുക്കറിയില്ല. സോ ക്യൂ വാല്യൂ ഇപ്പോൾ തൽക്കാലം ബ്ലാങ്ക് ആയിട്ട് വെക്കാം നമുക്ക്. യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനിഷിംഗ് അലവൻസ്. നമുക്ക് ഏറ്റവും അവസാനം കുറച്ച് പോയിന്റ് നമ്മൾ ഫുൾ കട്ട് ചെയ്യാതെ റഫിൽ കട്ട് ചെയ്യാതെ നമ്മൾ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ 0.5 എന്ന് കൊടുക്കുന്നു. സെഡ് ആക്സിസിൽ ഞാൻ 0.1 എന്ന് കൊടുക്കുന്നു. ഫീഡ് ഞാൻ 60 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ N100 ഞാൻ സ്റ്റാർട്ടിങ് എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം വർക്ക് പീസിനെ ഇവിടെയാണ് കൊണ്ടുവന്ന് വെക്കേണ്ടത്. ഓക്കെ, ഇത്രയും നേർക്കാണ് കൊണ്ട്, കാരണം ഇവിടെ നമുക്ക് കട്ട് ചെയ്യേണ്ട കാര്യമില്ല, ടേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ സേഫായിട്ട് ഇവിടെ നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുന്നു. അപ്പോൾ ഈ പോയിന്റിൻ്റെ വാല്യൂ എത്രയാണ്? ഈ ഒരു പോയിന്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും? സെഡ് വാല്യൂ കാര്യമില്ല, എക്സ് വാല്യൂ ആണ് 0 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ G01 എന്ന് കൊടുക്കാം. G01 എക്സ് വാല്യൂ 0. സെഡ് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, എക്സ് വാല്യൂ 0. നെക്സ്റ്റ് ലൈൻ ഞാൻ എക്സ് വാല്യൂ X20 എന്ന് കൊടുക്കുന്നു. അപ്പോൾ വർക്ക് പീസ് ഇപ്പോൾ എവിടെയാണ്? ഇവിടെയാണ് നിൽക്കുന്നത്, റൈറ്റ്? ഇനി ഞാൻ ഇവിടെ നിന്ന് വർക്ക് പീസിനെ 1 എന്നുള്ള പോയിന്റിൽ നിന്നും 1 എന്നുള്ള പോയിന്റിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഞാൻ ഇപ്പോൾ മെഷീൻ ചെയ്തിട്ടില്ല. വർക്ക് പീസ് എവിടേക്കാണ് വരുന്നത്? ഇവിടെ നിന്ന് 2-ലോട്ട്. അപ്പോൾ എഗെയിൻ എനിക്ക് എല്ലാന്നുണ്ടെങ്കിൽ 0-0 കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നതും ചെയ്യാം. അതാണ് എക്സാക്ട് പ്രൊഫൈല്. പക്ഷേ ഇവിടെ ഞാൻ ഫേസിങ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് ഒമിറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, ഈ തൊട്ടടുത്ത ലൈൻ അതേ G01 തന്നെയാണ്. എവിടേക്ക് ഞാൻ ട്രാവൽ ചെയ്യണം? ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിലോട്ട് ട്രാവൽ ചെയ്യണം, റൈറ്റ്? അപ്പോൾ ഞാനിവിടെ സെഡ് മൈനസ് ഈ 2 എന്നുള്ള പോയിന്റാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. ഇവിടെ നിന്നാണ് സെഡ് മൈനസ് 33.75. എക്സ് വാല്യൂ ചേഞ്ച് ആവുന്നുണ്ടോ? ഇല്ല. ഈ 2-ൽ നിന്നും 3-ലേക്കുള്ള പോയിന്റിലോട്ട് നമുക്ക് നോക്കാം. 3-ലുള്ള പോയിന്റ് ഏതാണ്? 3 എന്നുള്ള പോയിന്റിൽ എക്സ് വാല്യൂ ചേഞ്ച് ആവുന്നുണ്ടോ? ഉണ്ട്. 20-ൽ നിന്നും 30 ആവുന്നുണ്ട്. എക്സ് വാല്യൂ 30. സെഡ് ചേഞ്ച് ഉണ്ടോ? ഇല്ല, സെഡ് സെയിം ആണ്. ഇനി തൊട്ടടുത്ത് 3-ൽ നിന്നും 4-ലോട്ട് എക്സ് വാല്യൂ ചേഞ്ച് ഉണ്ടോ? ഇല്ല, എക്സ് വാല്യൂ 30 തന്നെയാണ്. എക്സ് വാല്യൂ ഇവിടെ 30 ആണ്. സെഡ് ചേഞ്ച് ഉണ്ടോ? ഉണ്ട്. ഇവിടെ നിന്ന് ഇതുവരെയും 33.75, ഇവിടെ നിന്ന് ഇതുവരെയും 50. അപ്പോൾ 50 + 33.75 സെഡ് മൈനസ് 83.75. ഫോർത്ത് പോയിന്റ് 83.75. ഇനി നമ്മൾ 4th നിന്ന് 5th-ലോട്ട് വരണം. അപ്പോൾ എന്താണ്? എക്സ് മാത്രമാണ് ചേഞ്ച് വരുന്നത്, സെഡ് സെയിം ആണ്. എക്സ് 30-ൽ നിന്നും 60 ആയിരിക്കുകയാണ്. ഇനി 5th-ൽ നിന്ന് 6th-ലേക്ക് പോകുന്ന സമയത്ത് സെഡ് മാത്രമാണ് ചേഞ്ച്. എത്ര? 83.75 ഇതുവരെയ്ക്കും. ഇവിടെ നിന്ന് 66.25. ടോട്ടൽ 150 ഉണ്ട്. നമുക്ക് ഗിവൻ ഡാറ്റയിലുണ്ട് സെഡ് മൈനസ് 150 ഉണ്ട്. അത് 6ലേക്ക്. 6ൽ നിന്ന് 7 എന്നുള്ള പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ് വാല്യൂ 75. അവിടെ നിന്ന് 7-ൽ നിന്നും 8-ലേക്ക് എത്രയാണ്? സെഡ് മൈനസ് 150 മൈനസ് 60 210. അപ്പോൾ ടൂള് ഇതുവരെയൊക്കെയാണ്. അപ്പോൾ ഇത് ഓരോ ലൈനും നമുക്ക് നെയിം കൊടുക്കാം. 100, 110, N110, N120, N130, N140, N150, N160, N170, N180. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് P2Q ഇതിൻ്റെ ഇടയിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വർക്ക് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് പീസ് അവസാനം നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിൻ്റെ പ്രൊഫൈൽ എഡ്ജസുകളെ നമ്മൾ ഡിഫൈൻ ചെയ്യായിരിക്കും ചെയ്തിരിക്കുന്നത്. ലൈൻ ബൈ ലൈൻ ഏതൊക്കെ രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. അതിനാണ് N01-ൽ X0-ലേക്ക് വരാൻ പറഞ്ഞു, N110-ൽ X20-ലോട്ട് പോകാൻ പറയുക, N120-ൽ സെഡ് മൈനസ് 33.75 ഈ പോയിന്റിൽ നിന്നും 33.75 ഇവിടേക്ക്. ഇതാണ് ഈ പോയിന്റിൽ. തൊട്ടടുത്ത ലൈനിൽ എന്താ പറയുന്നത്? ഇവിടെ നിന്ന് X30-ലേക്ക് പോകാൻ പറയുന്നു. ഇതാണ് ഈ പോയിന്റ്, X30-ലേക്ക് പോകാൻ പറയുന്നു. ഈ പോയിന്റിൽ നിന്നും 83.75 മൂവ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ 83.75 എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ടിൽ 33.75/+50. അപ്പോൾ ഈ പോയിന്റിൽ നിന്നും സെഡ് 83.75 അത് ഇവിടെ നെക്സ്റ്റ് ലൈൻ. അവിടെ നിന്ന് X60 പോകാൻ പറയുന്നു. ഇവിടെ നിന്ന് X60 ഏതാണ്? ഈ പോയിന്റ്. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 150 സെഡ് പോകാൻ പറയുന്നു. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എക്സ് വീണ്ടും 75 പോകാൻ പറയുന്നു. ഇത് കഴിഞ്ഞു. ഈ സെഡ് -2. അപ്പോൾ ഈ ഓരോ പ്രൊഫൈലും എഡ്ജുകൾ കംപ്ലീറ്റ് നമ്മൾ N100-ൽ നിന്നും N180 വരയ്ക്കും ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ G71 P100 to Q പ്രൊഫൈൽ എൻഡാണ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ 180 എന്ന് കൊടുക്കുന്നു, Q180 എന്ന് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ,
അപ്പോൾ Q180 കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഇതുവരെയ്ക്കും ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി തൊട്ടടുത്ത ലൈൻ നമുക്ക് എന്ത് കൊടുക്കാം? G00X78 എന്ന് കൊടുക്കാം ഫോർ എ സേഫ്റ്റി പർപ്പസ്. എന്നിട്ട് G28U0W0 എന്ന് കൊടുക്കാം. M05M30 എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ റഫ് കട്ടിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് G71. ഇനി G70 എന്നുള്ളൊരു സൈക്കിളുണ്ട്. G70 നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ G71ൽ റഫ് സൈക്കിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ G28 കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗെയിൻ G70 എന്ന് നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കും. G70 P100 Q180 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് പ്രൊഫൈൽ ഒരു ഫിനിഷിംഗ് മെഷീനിങ് ഈ G70 ചെയ്തു തരും. ഓക്കെ, നമുക്ക് റഫ് കട്ടിങ് മാത്രം ഇപ്പോൾ നോക്കാം. ഫിനിഷിംഗ് ഞാൻ സിമുലേഷനിൽ എൻ്റർ ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോഗ്രാം വരിക. ഈ പ്രോഗ്രാം നമുക്കൊന്ന് സിമുലേഷനിൽ കണ്ടു നോക്കിയാലോ? ഇതേ വർക്ക് പീസിൽ നമുക്ക് സിമുലേഷനിൽ കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം, ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ P100 മുതൽ Q180 വരയ്ക്കുണ്ട്. അതിനുശേഷം G00X80 പോയി ഫോർ സേഫ്റ്റി. ദെൻ ലാസ്റ്റ് G70 കോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, M30 നിന്നത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ അത് ഫസ്റ്റ് കട്ട് തൊട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇതിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് സിംഗിൾ ടേണിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും ആദ്യത്തെ കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സിംഗിൾ ടേണിങ്ങിൽ G90 3 തവണ കോൾ ചെയ്ത് 3 തവണയും എക്സ് വാല്യൂ ചേഞ്ച് കൊടുക്കണം. ഇവിടെ നമ്മൾ സിംഗിൾ ഒറ്റ തവണ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കംപ്ലീറ്റ് ടേൺ എടുക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എടുക്കുകയാണ്. സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം അടുത്ത് തേർഡ് സ്റ്റെപ്പ് എടുക്കുമ്പോൾ തൊട്ടടുത്ത് തേർഡ് സ്റ്റെപ്പ് വരും. ഇപ്പോൾ ഇത്രയും കഴിഞ്ഞു. തേർഡ് സ്റ്റെപ്പ് എടുത്തു. തേർഡ് സ്റ്റെപ്പിൽ ഒരു ഫൈനൽ കട്ട് എടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിനിഷിംഗ് വരികയാണ്. ഫിനിഷിംഗ് കട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കട്ടുകൾ നമ്മൾ കണ്ടത്, കട്ടെടുത്തിട്ടുള്ളത്. ഇത് ഇത്രയും പ്രോഗ്രാമിൽ നമുക്ക് കഴിയും. അപ്പോൾ നമ്മളൊരു സിംഗിൾ സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിലും വലിയ ലെങ്ത്ത് വരും പ്രോഗ്രാമിന്. അപ്പോൾ 2-3 സ്റ്റെപ്പ് വരികയാണെങ്കിൽ എത്ര വരും? വലിയ ലെങ്ത്തിലുള്ള പ്രോഗ്രാം വരും. ആ ലെങ്ത്തിൽ ഒഴിവാക്കാൻ നമുക്ക് മൾട്ടിപ്പിൾ ടേണിംഗ് സൈക്കിൾ നമുക്ക് യൂസ് ചെയ്യാം. മൾട്ടിപ്പിൾ ടേണിംഗ് സൈക്കിളിൻ്റെ കോഡാണ് G71 എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് മൾട്ടിപ്പിൾ ടേണിംഗ് സൈക്കിളാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.